അങ്ങനെ നമ്മുടെ അമേരിക്ക വീണ്ടും നമ്മളോടൊപ്പം ചേരാൻ വരുന്നു. നേരത്തെ ഇടയ്ക്ക് വെച്ച് ഉടക്കും, വഴക്കുണ്ടാക്കും, തീരുവ മാറ്റും, 25% നമ്മൾ മൈൻഡ് ചെയ്തില്ല, 50% ഒട്ടും മൈൻഡ് ചെയ്തില്ല, 100% തീരെ മൈൻഡ് ചെയ്തില്ല. അപ്പോൾ വീണ്ടും അവരൊന്നുകൂടെ വരാൻ പോകുന്നു, ബഹളം ഉണ്ടാക്കാൻ പോകുന്നു. വളരെ വലിയ തോതിലാണ് അമേരിക്ക നമ്മളുമായിട്ടൊരു ചർച്ച വരാൻ പോകുന്നത്. വിദേശകാര്യമന്ത്രി ജയശങ്കർ അമേരിക്കയിൽ പോയി ചർച്ച നടക്കുന്നു. പീയൂഷ് ഗോയൽ, വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ അടുത്ത ആഴ്ച പോയി ചർച്ച നടത്താൻ പോകുന്നു. കഴിഞ്ഞ 16-ന് അവിടുത്തെ സെക്രട്ടറി, വിദേശകാര്യ സെക്രട്ടറി, അമേരിക്കയിലെ വിദേശകാര്യ സെക്രട്ടറി ഡൽഹിയിൽ വന്ന് ചർച്ച നടത്തി. അങ്ങനെ അമേരിക്കയും ഇന്ത്യയുമായിട്ട് വലിയ വ്യാപാര കരാറുകളാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇനിയിപ്പോൾ എത്ര തീരുവ ഏർപ്പെടുത്തും, ആ തീരുവ കൂട്ടുമോ കുറയ്ക്കുമോ, അങ്ങനെ വേറെ പ്രശ്നമുണ്ട്. ഇനി ഈ തീരുവ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ചൈന ഇനിയിപ്പോൾ എന്ത് നിലപാടെടുക്കും, അതിനനുസരിച്ച് റഷ്യ എന്ത് നിലപാടെടുക്കും, ഇതൊക്കെ വലിയ വിഷയമാണ്. കാരണം ഒരു രാജ്യമായി നമ്മൾ ചർച്ചയ്ക്ക് പോകുമ്പോൾ മറ്റൊരു രാജ്യം പിണങ്ങും. റഷ്യയിൽ നിന്ന് നമ്മൾ 4%, 5% എണ്ണ വാങ്ങിച്ചിരുന്നത് 24%-ലേക്ക് പോയപ്പോൾ അമേരിക്ക പിണങ്ങി. ഇതൊരു ആഗോള ട്രേഡ്, വേൾഡ് ട്രേഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗ്ലോബൽ ട്രേഡ് എന്ന് പറയുന്ന ഒരു വലിയ സംഭവമാണ്, വലിയ ഒരു പ്രശ്നമാണ്, ഒരു സങ്കീർണമായ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ അമേരിക്കയുമായിട്ട് ഇനി ഡീല് വയ്ക്കുമ്പോൾ, ഇപ്പോൾ ബ്രിട്ടനുമായിട്ട് നമ്മൾ ഡീല് വെച്ചു, ഒരുപാട് സാധനങ്ങളുടെ തീരുവ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചിട്ടുണ്ട്, കരാറുകൾ വെച്ചു. ജപ്പാനുമായിട്ട് വെച്ചു, സിംഗപ്പൂരുമായിട്ട് വെച്ചു, ചൈനയുമായിട്ട് വെച്ചു, പിന്നെ ഒരുപാട് രാജ്യങ്ങളുമായിട്ട് ഇപ്പോൾ ഇന്ത്യ കരാർ വെച്ചിട്ടുണ്ട്. അതുപോലെ ഇന്ത്യക്കകത്ത് തന്നെ ഒരുപാട് വസ്തുക്കൾ, പ്രാദേശിക ഉൽപ്പന്നങ്ങൾ, വോക്കൽ ഫോർ ലോക്കൽ എന്നൊക്കെ പറഞ്ഞ് പ്രാദേശിക ഉൽപ്പന്നങ്ങൾ, ആത്മഭാരത് നിർമ്മാണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വസ്തുക്കൾ ഇന്ത്യയിലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നതിനിടയിലാണ് ഈ അമേരിക്ക ഇന്ത്യ തീരുവ ചർച്ച നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചർച്ച, വാണിജ്യ കരാറുണ്ടായാൽ, ചിലപ്പോൾ ഏതൊക്കെ മേഖലയിലാണ് കരാറുണ്ടാകുന്നത് നമുക്കറിയത്തില്ല. അങ്ങനെ കരാറുണ്ടായാൽ എത്ര രൂപയാണ് നഷ്ടം വരുന്നത്, എത്ര രൂപയാണ് ലാഭം വരുമെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും നമ്മുടെ വ്യാപാര മേഖലയെ സ്വാഭാവികമായിട്ടും തകർക്കാനായിരുന്നു അമേരിക്ക ശ്രമിച്ചിരുന്നതെങ്കിൽ ആ തകർച്ചയിൽ നിന്ന് ഞങ്ങളങ്ങോട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ വേറെ വഴിയിൽ മാറിപ്പോയി. റഷ്യയുമായും ചൈനയുമായും മറ്റേഷ്യൻ രാജ്യങ്ങളുമായിട്ടും അതുപോലെ തന്നെ ബ്രിക്സ് രാജ്യങ്ങൾ, ബ്രസീലടക്കമുള്ള ബ്രിക്സ് രാജ്യങ്ങളുമായിട്ടൊക്കെ, കാനഡയുമായിട്ടൊക്കെ വലിയ ചർച്ചകൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ തീർച്ചയായിട്ടും അമേരിക്ക വന്നു, നമ്മളെ ക്ഷണിച്ചു. അതിൻ്റെ ചർച്ചകൾ ഡൽഹിയിൽ നടന്നു, അമേരിക്കയിൽ നടക്കുന്നു. ഇനിയിപ്പോൾ ഇതാ പീയൂഷ് ഗോയൽ പോയിട്ട് വീണ്ടും സീരിയസ് ആയിട്ടുള്ള ചർച്ച നടക്കുകയാണ്. അത് കഴിയുമ്പോൾ അറിയാം നമുക്ക് എന്താണ് പുതിയ വ്യാപാര കരാർ, എന്താണ് അതിൽ ഉണ്ടാകുന്ന മാറ്റമെന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ കഴിയും.